Hi, I'm Dr. Safa Shahjahan. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ കുറച്ച് ഡയറ്റ് നോക്കാം. എസ്പെഷ്യലി നമുക്ക് LDL എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. അതായത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയറ്റ് നമുക്ക് നോക്കാം. എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അത് നമുക്കൊരു ഡെയിലി ബേസിസിൽ എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചായ, അതായത് പാലൊഴിച്ച് ചായ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് തന്നെ പാലിൻ്റെ ഉപയോഗം അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നിങ്ങൾക്ക് അവിടെ ജിഞ്ചർ ടീയോ സിനമൺ ടീ, അതായത് ഇഞ്ചി വെച്ചിട്ട് നമുക്ക് ടീ ഉണ്ടാക്കാം. അതുപോലെ സിനമൺ, നമ്മുടെ പട്ട വെച്ചിട്ട് പട്ട കുറച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. നല്ലൊരു ടീ പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ സിനമൺ ടീ നമുക്ക് കുടിക്കാം. അതുപോലെ നിങ്ങൾ ടീ കുടിക്കുന്ന ആൾക്കാരല്ല, പ്ലെയിൻ വാട്ടർ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് ചിയാ സീഡ് വാട്ടറായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ചിയാ സീഡ് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാം. അതുപോലെ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം, ഫെനുഗ്രീക്കിൻ്റെ വെള്ളം കുടിക്കാം. സോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഹെൽത്തി ആയിട്ട് നിങ്ങൾ മാറ്റാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കട്ടനും കുടിക്കാം, കട്ടൻ ചായ അതായത് സുലൈമാനി നമുക്ക് കുടിക്കാം. ഷുഗർ കുറച്ചിട്ടിട്ട് നിങ്ങൾ അത് കഴിക്കാം. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻലി നമ്മുടെ നോർമലി കഴിക്കുന്ന ഫുഡ് കഴിക്കാം. അതിൽ ഓയിലി അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് ഓട്സോ ബാർലിയോ ഒക്കെ ചേർത്തിട്ട് ഓട്സിൻ്റെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അതും കൂടുതലും ഓട്സ് മിൽക്കിൽ സോക്ക് ചെയ്ത് കഴിക്കാതെ ഓട്സിൻ്റെ ഉപ്പുമാവോ ഓട്സ് പുട്ടോ അങ്ങനെ എന്ത് വേണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓട്സ് ചേർത്തിട്ട് നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ റാഗി കഴിക്കുന്നത് നല്ലതാണ്, ബാർലി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഒരു ബ്രഞ്ച്, അതായത് നമ്മുടെ ഒരു 11 മണി ടൈം ആകുമ്പോൾ നമുക്ക് വീണ്ടും വിശപ്പ് പോലെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ബ്രഞ്ച് ഓപ്ഷനായിട്ട് ഫ്രൂട്ട് ബൗളോ അല്ലെങ്കിൽ സാലഡൊക്കെ ഉണ്ടാക്കാം. ഈ സാലഡിൽ നമ്മൾ പ്രോട്ടീൻ, അതായത് നമ്മുടെ ലെൻറ്റിൽസ്, നമ്മുടെ പയറുവർഗ്ഗങ്ങൾ എന്തായാലും ചേർക്കുക. നമ്മുടെ വെള്ളക്കടല, അതുപോലെ പയർ, ബീൻസ്, ഇതെല്ലാം നമ്മൾ വേവിച്ച് പുഴുങ്ങിയെടുത്തിട്ട് നമ്മുടെ സാലഡ്, അതായത് നമുക്ക് കുറച്ച് ഗ്രീൻ ലീഫിൽ തന്നെ മെയിൻലി നമ്മുടെ ചീരയാണ്, അതുപോലെ കേലും ഉപയോഗിക്കാം. ഒരു മിക്സിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഇട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാലഡ് 11 മണിക്ക് കഴിക്കാവുന്നതാണ്. അത് വളരെ ഹെൽത്തിയാണ്. നമുക്ക് ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. അത് കുക്ക് ചെയ്യാനല്ല, സാലഡൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ലൈറ്റായിട്ട് നമുക്കിപ്പോൾ ഫ്രൂട്ട് ബൗൾ പറഞ്ഞല്ലോ, അതിൽ അവക്കാഡോസ് നമുക്ക് നല്ലോണം കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അവക്കാഡോ കഴിക്കാം. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ബെറീസ് നമുക്ക് കഴിക്കാം. അതിലും ബ്ലൂബെറീസ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ബ്ലൂബെറീസ് നിങ്ങൾക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാം. പിന്നെ ലഞ്ച് ഓപ്ഷനാണ്. ലഞ്ചിലോട്ട് വരുമ്പോൾ നമ്മുടെ റൈസ് നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. കുറച്ച് റൈസ് എടുക്കുക, ബാക്കി നമുക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ചീര നമുക്ക് തോരനൊക്കെ വെച്ച് ചീര നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്ത് കഴിക്കാം. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുവാണെങ്കിൽ അത് കഴിക്കാം കേട്ടോ. അതായത് ഫ്രഷ് ഫിഷിൽ തന്നെ മെയിൻലി സാൽമണൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സാൽമണൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അയല നല്ലോണം ഉൾപ്പെടുത്തുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അധികം ഡീപ്പ് ഫ്രൈഡ് അല്ല, ഒന്നുകിൽ കറി ആക്കിയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാം. എന്ത് ഫുഡ് ഉണ്ടാക്കണമെങ്കിലും അതിൽ മാക്സിമം ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ആഡ് ചെയ്യുന്നതും ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോൾ സ്നാക്സിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് നട്ട്സ് എടുത്ത് കഴിക്കാം. ആൽമണ്ട് കഴിക്കാം. ആൽമണ്ട് സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആൽമണ്ട് സോക്ക് ചെയ്തത് കഴിക്കാം, അല്ലെങ്കിൽ ബ്രസീൽ നട്ട് അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കാം. പിന്നെ പിസ്താഷ്യോ കഴിക്കാം, പിസ്ത കഴിക്കാം. നമുക്ക് വാൽനട്ടും കഴിക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം സോക്ക് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ആ ടൈമിൽ ഇപ്പോൾ നമ്മൾ മോർണിംഗിലും ഈവനിങ്ങിലും ടീ കുടിക്കുന്ന ആളാണെങ്കിൽ മോർണിംഗിൽ നമ്മുടെ ജിഞ്ചർ ടീ സിനമൺ ടീ ഒക്കെ കഴിച്ചിട്ട് ഈവനിങ് ടൈമിൽ നട്ട്സിൻ്റെ കൂടെ ചിയാ സീഡ് സോക്ക് ചെയ്ത വെള്ളം അല്ലെങ്കിൽ ഉലുവ വെള്ളമൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ടീ ഒരു ടൈമിൽ ആക്കിയിട്ട് ഈ ഒരു ഡ്രിങ്ക് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ വീണ്ടും ഡിന്നറിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം ഒരു 7-7:30 നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം കേട്ടോ. അതും മസ്റ്റാണ്. പിന്നെ ഈ കഴിക്കുന്ന ടൈമെല്ലാം ഒരേ ടൈമിൽ ഡെയിലി നമ്മൾ കഴിക്കാൻ നോക്കുക. ഡിന്നറും നമ്മൾ ലൈറ്റായിട്ട് കഴിക്കുക. ഫ്രൈഡ് ഐറ്റംസും ഓയിലി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കഴിക്കുക. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് നടക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്തിരിക്കണം. ഒരുപാട് പേര് ഇപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നിട്ട് ഉള്ളൊരു ജോബാണ് അല്ലേ. ഒരു 25 കഴിയുമ്പോഴേക്കും നമ്മൾ 25-30 ഒക്കെ കഴിയുമ്പോൾ മസ്റ്റായിട്ടും വർക്കൗട്ട് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം. എന്തൊക്കെ ഫുഡ്സാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സ്, അതായത് ഓയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന അങ്ങനത്തെ സ്നാക്സും ഫുഡെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കണം. പിന്നെ മുട്ട കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം. മുട്ടയുടെ യോക്ക് ഹെൽത്തി ആണെങ്കിൽ കൂടിയും നമ്മൾ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതുപോലെ ഷുഗർ കൂടുതലായിട്ടുള്ളത്, റെഡി ടു ഈറ്റ്
ആ ഒരു ടൈപ്പ് ഫുഡ്, അതായത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഫുഡെല്ലാം ഈ കൊളസ്ട്രോൾ ഉള്ളവർ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചീര മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് പുട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചീര വെച്ചിട്ട് പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചീര ആഡ് ചെയ്യാം. മാക്സിമം ചീര അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൽ കുറച്ച് ആഡ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.